നമ്മുടെ ആരോഗ്യമന്ത്രിക്ക് നമ്മളോട് എന്തൊക്കെ പറയാനുണ്ട്. ഏതായാലും നിങ്ങളത് കേട്ടു കേട്ടോ. അതുകൊണ്ട് പവർ കട്ട് ഉണ്ടെങ്കിൽ മറ്റേ സർജറി നടത്താൻ അതിനുശേഷം നടത്താം. പവർ കട്ട് അരമണിക്കൂറിലേ ഉള്ളൂ. അല്ലെങ്കിൽ ജനറേറ്റർ വാങ്ങി വെക്കുക. രോഗിയുടെ മുറിവ് തുന്നി കെട്ടിയത് ഇത്തരത്തിൽ ഈ മൊബൈൽ ഫോണിന്റെ വെളിച്ചത്തിലാണെന്നാണ് അതിന് ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. മാധ്യമങ്ങൾ അത് പുറത്തു വിട്ടിരുന്നു. അപ്പൊ പവർ കട്ടായിരുന്നു ആ സമയത്തുണ്ടായിരുന്നു, ജനറേറ്റർ പ്രവർത്തിക്കുന്നില്ലെന്ന് ആശുപത്രി അധികൃതർ പറയുന്നു. അത് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതായിരുന്നു. വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് അവർ നേരത്തെ സൂചിപ്പിക്കേണ്ടതാണ്. ഏതായാലും DHSനോട് അന്വേഷിക്കാൻ പറഞ്ഞു. പവർ കട്ട് ഇന്നത്തെ സാഹചര്യത്തിൽ പവർ കട്ട് വേണ്ടി വന്നു. അത് വൈദ്യുതി മന്ത്രിയെ സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് ആശുപത്രിയിലെ കാര്യങ്ങൾ മുടങ്ങാൻ പാടില്ല. അതുകൊണ്ട് പവർ കട്ട് ഉണ്ടെങ്കിൽ മറ്റേ സർജറി നടത്താൻ അതിനുശേഷം നടത്താം. പവർ കട്ട് അരമണിക്കൂറിലേ ഉള്ളൂ. അല്ലെങ്കിൽ ജനറേറ്റർ വാങ്ങി വെക്കുക. അത് രണ്ടും ചെയ്യാതെ ഒരു അലംഭാവം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നടപടി സ്വീകരിക്കും. ഒരു സംശയവും കാര്യത്തിൽ വേണ്ട. ഒരു സംശയം വേണ്ട. ഒരു കാര്യം ചെയ്യും, ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്ന ജനങ്ങൾ ഒന്നെങ്കിൽ മെഴുകുതിരിയോ അതല്ലെങ്കിൽ എമർജൻസി ലാമ്പൊക്കെ ആയിട്ട് പോകാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മുടെ ആരോഗ്യമന്ത്രി പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഓപ്പറേഷൻ അല്ലേ, അത് കറണ്ട് വന്നതിന് ശേഷം ചെയ്താൽ മതി. ആകെ അരമണിക്കൂറാണ് കറണ്ട് പോണത്. അത് വന്നതിന് ശേഷം ചെയ്താൽ പോരെ. എന്തിനാ ഇപ്പം അത്ര വലിയ ധൃതി? ഓപ്പറേഷൻ അല്ലേ, കറണ്ടൊക്കെ വന്നിട്ട് രോഗി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ചെയ്താൽ പോരെ. ഇപ്പോൾ ഇതൊക്കെ അല്ലാതെ ഇപ്പോൾ ഇത് തിടുക്കപ്പെട്ട് ചെയ്യേണ്ട സാധനമൊന്നുമല്ലല്ലോ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഡോക്ടർമാർ ചോറൊക്കെ തിന്ന് വന്ന് ഒരു വീട്ടിലൊക്കെ പോയി റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് കറണ്ടൊക്കെ വന്നതിന് ശേഷം മാത്രം ചെയ്യേണ്ട ഒരു കേസാണ് ഈ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അതങ്ങനെയൊക്കെ ചെയ്താൽ മതി എന്നേ. ഇതിപ്പോൾ മന്ത്രി പറഞ്ഞില്ലെന്താ തെറ്റുള്ളത്? ഏതായാലും നമ്മൾ മലയാളികൾ ആഗ്രഹിച്ച ഒരു മാറ്റം അത് വന്നിട്ടുണ്ട്. ചേഞ്ച് അല്ലായിരുന്നു എല്ലാവർക്കും വേണ്ടിയിരുന്നത്. ആ ചേഞ്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിലിപ്പോൾ പേടിപ്പിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനി അടുത്ത 5 കൊല്ലം ഇവരാണ് നമ്മളെ കേരളത്തെ ഭരിക്കാൻ പോണത്, നയിക്കാൻ പോണത് എന്നുള്ളതാണ്. ഏതായാലും ശരി, ചേഞ്ച് ആഗ്രഹിച്ചവർക്കൊക്കെ തിരുപ്പതി ആയിട്ടുണ്ടാവും.